ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി MVD തയ്യാറാക്കിയ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ലെവൽ 4ലെ ആദ്യത്തെ ചിത്രം പരിശോധിക്കാം. പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. ആൻസർ വരുന്നത് ആശുപത്രി. അടുത്തത് നോക്കാം. പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ആംബുലൻസ്. ആൻസർ വരുന്നത് പ്രഥമ ശുശ്രൂഷ. അടുത്ത ചിത്രം നോക്കാം. ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ആൻസർ വരുന്നത് വിശ്രമസ്ഥലം. മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ഇടത് തിരിവ്, മുന്നിൽ പാലം, ഇടതുവശം സർവീസ് റോഡ്. ഇവിടെ ആൻസർ വരുന്നത് മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. അടുത്തത് നോക്കാം. മുന്നിൽ സർവീസ് റോഡ്, മുന്നിലുള്ള പ്രധാന റോഡ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, മുന്നിൽ പാലം. ആൻസർ വരുന്നത് മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ഇരുവശവും പെട്രോൾ പമ്പ്, ഇരുവശവും പാർക്കിംഗ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഇരുവശവും സർവീസ് റോഡ്. ആൻസർ വരുന്നത് ഇരുവശവും പാർക്കിംഗ്. അടുത്ത ചിത്രം പരിശോധിക്കാം. പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു. സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു. സ്കൂട്ടറുകൾ പാർക്ക് ചെയ്താൽ പിഴ. ആൻസർ വരുന്നത് പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ ബൈക്കുകളും. സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പാർക്കിംഗ് സ്ഥലം ടാക്സി, ടാക്സി സ്റ്റാൻഡ്. പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ്, ടാക്സികൾക്ക് പ്രവേശനമില്ല. ആൻസർ വരുന്നത് പാർക്കിംഗ് സ്ഥലം ടാക്സി, ടാക്സി സ്റ്റാൻഡ്. അടുത്ത ചിത്രം നോക്കാം. പെട്രോൾ പമ്പ്, പാർക്കിംഗ് സ്ഥലം, സൈക്കിൾ റിക്ഷകൾ. ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചു. പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. ആൻസർ പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധിത തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. ഇവിടെ ആൻസർ വരുന്നത് വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിന് ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത്? ചുവപ്പ്, പച്ച, പച്ച ആരോ ലൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ആൻസർ വരുന്നത് ചുവപ്പ് അല്ലെങ്കിൽ പച്ച. മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക, നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക, വാഹനത്തെ അവഗണിക്കുക, കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. നിങ്ങൾക്ക് എപ്പോഴാണ് വാഹനത്തിന്റെ വലതുവശത്തെ വാതിലുകൾ സുരക്ഷിതമായി തുറക്കാൻ കഴിയുക? മറ്റു ഗതാഗതം ഒന്നുമില്ലെങ്കിൽ, വാഹനം നിർത്തിയതിനു ശേഷം അപ്പോൾ തന്നെ, മറ്റു കാറുകൾ സൈഡിലേക്ക് സിഗ്നൽ നൽകിയ ശേഷം, നിങ്ങൾക്ക് പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനും കഴിയുമെങ്കിൽ. ആൻസർ മറ്റു ഗതാഗതം ഒന്നുമില്ലെങ്കിൽ. ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേഗത്തിൽ കടക്കുക, സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക, കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അടുത്തത്, നിങ്ങൾ ഒരു റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞ വേഗതയിൽ റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുക, ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, പുറത്തെ പാത മാത്രം ഉപയോഗിക്കുക, അകത്തെ പാത മാത്രം ഉപയോഗിക്കുക. ആൻസർ ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക. വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. വഴി വ്യക്തമാണെങ്കിൽ വേഗതയോടെ മുന്നോട്ട് പോകുക. വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ഇവിടെ നമുക്കൊരു തെറ്റായ ആൻസർ നൽകാം. അപ്പോൾ എന്താണ് വരുന്നത് എന്ന് കൂടെ നോക്കാം. ഇവിടെ ഞാൻ സി ആൻസറായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തന്നെ തെറ്റായ ആൻസർ റെഡിലും ശരിയായ ആൻസർ ഗ്രീനിലും കാണിച്ചു തരുന്നു. ആൻസർ വരുന്നത് വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. വീണ്ടും ട്രാഫിക് ചിഹ്നങ്ങളിലേക്ക് പോവുകയാണ്. ആൻസർ വായിക്കാം. മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ വരുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചിഹ്നം നോക്കാം.
മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്ന് വാഹനങ്ങളെ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ വരുന്നത് മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നോക്കാം. പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ വരുന്നത് പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഒരു ചിഹ്നമാണ്. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയ തെറ്റുണ്ടെന്ന് തോന്നുന്നു. പിന്നിൽ നിന്ന് വാഹനം കടന്നു വരുന്ന പോകാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് കൊടുത്തത്. പിന്നിൽ നിന്ന് കടന്നു വരുന്ന വാഹനം പോകാൻ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു വേണ്ടിയിരുന്നത്. വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ വരുന്നത് ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ 4ാമത്തെ സെക്ഷനും ഫിനിഷ് ആയിരിക്കുകയാണ്. 5ാമത്തെ സെക്ഷനാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം.